മുഖ്യമന്ത്രിയും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതിയുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ഫോട്ടോ. ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനു പിന്നാലെ KPCC രാഷ്ട്രീയ സമിതി അംഗം N. സുബ്രഹ്മണ്യനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് നോട്ടീസ് കിട്ടിയത് പ്രകാരം വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാവുകയും പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. തന്റെ മൊബൈലിൽ നിന്ന് അങ്ങനെ ഒരു ചിത്രം കൃത്രിമമായി ഉണ്ടാക്കിയിട്ടില്ല, നിർമ്മിച്ചിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലായതായിട്ടും സുബ്രഹ്മണ്യൻ ഇന്ന് ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്നുണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നിർദ്ദേശിച്ച ഫോട്ടോകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്, ഇന്നുമുണ്ട്, അവൈലബിൾ ആണ്. ഞാൻ ഇന്നോ നാളെയോ PRDക്ക് മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിന്റെ മുഴുവൻ വീഡിയോയും എഡിറ്റ് ചെയ്യാതെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കും. നിയമപരമായി മുന്നോട്ട്. സുബ്രഹ്മണ്യൻ 2 ഫോട്ടോ പങ്കുവച്ചിരുന്നു. ആദ്യത്തെ ഫോട്ടോ അദ്ദേഹം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് താൻ ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു കൃത്യമായ മറുപടി സുബ്രഹ്മണ്യൻ ഇപ്പോഴും പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പോലീസ് അന്വേഷിക്കുന്നത് എങ്ങനെയാണ്, വ്യാജമായ ഫോട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ അതല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിന് കൃത്രിമമായി ഫോട്ടോ പങ്കുവെച്ചെന്ന കാര്യത്തിലൊക്കെ പോലീസും വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ അകമ്പടിയോട് കൂടി അഭിനന്ദന പ്രവാഹത്തോടു കൂടിയാണ് അദ്ദേഹം ഇന്ന് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വേണ്ടി എത്തിയത്. നേരത്തെ വലിയ വിവാദമായ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടടക്കം പാടിക്കൊണ്ട് സ്റ്റേഷന് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവും ഇന്ന് അരങ്ങേറിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.